തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം അവർ മാധ്യമങ്ങളുടെ മുമ്പാകെ വന്ന് പറയുകയായിരുന്നു. കാരണം നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് ഒരു ജനപ്രതിനിധി, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള MLA വളരെ മോശമായിട്ട് രൂപത്തിലാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഇവരെപ്പോലെയുള്ള ആളുകൾ ഈ രൂപത്തിൽ തുടരുന്നത്. അതുകൊണ്ട് ഇത് വളരെ വിശദമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും എല്ലാം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അത് ഇത്രയും ആരോപണം വന്നിരിക്കുന്നു. കാരണം ഇത്രയധികം സ്ത്രീകളുടെ പരാതി വരുന്നു, വീഡിയോ ക്ലിപ്പിംഗ്സ് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹവും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും എല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് ആരോപണങ്ങൾ വരുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ച പോലെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഒരു സ്ത്രീയെ അപമാനിക്കാൻ പാടില്ല എന്ന് നിലവിൽ നിയമമുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള വളരെ വളരെ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയി തന്നെ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ കണ്ടില്ല. നമ്മൾക്ക് ഈ മീറ്റിങ്ങിലായിരുന്നുകൊണ്ട് മറ്റ് റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടില്ല. അതേ സംബന്ധിച്ച് വിശദമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് പ്രതികരിക്കാം. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. കാരണം ഇത്തരത്തിലൊരു പരാതി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായി ആ പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടി കൈക്കൊള്ളേണ്ടതായിരുന്നു. കാരണം ഇന്നലെ ഒരു പെൺകുട്ടി പറയുകയുണ്ടായിരുന്നു, കാരണം ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്, ഞാൻ പരാതി വളരെ നേരത്തെ തന്നെ ഈ യുവ MLAയുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ യുവ MLAയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് കൊടുത്തിരുന്നു, കൃത്യമായും പരിഹാരമുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇത്തരത്തിലൊരു പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടി വളരെ നേരത്തെ തന്നെ കൈക്കൊള്ളണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.